തനി ജാഹിലിയത്ത്. പഞ്ചേന്ദ്രിയങ്ങളെ മാത്രം അവലംബമാക്കി മുൻ പ്രശ്നങ്ങളെക്കുറിച്ച് അഭിപ്രായം രൂപീകരിക്കുമ്പോൾ ആ ചിന്താരീതിയുടെ പ്രകൃതി തന്നെ ആവശ്യപ്പെടും പ്രകാരം താഴെ വിവരിക്കുന്ന നിഗമനങ്ങളിൽ മനുഷ്യർ എത്തിച്ചേരുന്നതാണ്. പ്രാപഞ്ചിക വ്യവസ്ഥ യാദൃച്ഛിക പ്രതിഭാസമാണ്. അതിൻ്റെ പിറകിൽ ഒരു ഉദ്ദേശമോ താൽപ്പര്യമോ ഇല്ല. പ്രപഞ്ചം സ്വതേയുണ്ടായി സ്വയം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിഷ്ഫലമായി അത് അവസാനിക്കുകയും ചെയ്യും. ഇതിനൊരുടമയെ കാണുന്നില്ല. ഒന്നുകിൽ ഇതിനൊരു ഉടമ തന്നെ ഇല്ല, അഥവാ ഉണ്ടെങ്കിൽ മനുഷ്യജീവിതവുമായി അവന് യാതൊരു ബന്ധവുമില്ല. വെറും ആകസ്മികമായി ഇവിടെ ജന്മമെടുത്തിട്ടുള്ള ജീവിയായിരിക്കണം മനുഷ്യൻ. അവൻ സ്വയം സൃഷ്ടനായതോ മറ്റാരെങ്കിലും സൃഷ്ടിച്ചതോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും ആ പ്രശ്നം ഇവിടെ ചിന്താവിധേയമല്ല. നമുക്കിത്രമാത്രം അറിയാം. മനുഷ്യൻ ഈ ഭൂമിയിൽ കാണപ്പെടുന്നു. അവന് ചില അഭിലാഷങ്ങൾ ഉണ്ട്. അവ പൂർത്തീകരിക്കുവാൻ തൻ്റെ പ്രകൃതി ഉള്ളിൽ നിന്ന് അവനെ പ്രേരിപ്പിക്കുന്നു. അഭിലാഷ പൂർത്തീകരണത്തിന് സഹായകമായ ചില കഴിവുകളും ഉപകരണങ്ങളും അവൻ്റെ കൈവശമുണ്ട്. ഭൂതലത്തിൽ സംഖ്യാതീതമായ സാമഗ്രികൾ നാനാവശത്തും വ്യാപിച്ചു കിടക്കുന്നു. സ്വന്തം കഴിവുകളും ഉപകരണങ്ങളും ഉപയോഗിച്ച് തൻ്റെ അഭിലാഷം പൂർത്തീകരിക്കുവാൻ മനുഷ്യന് സാധിക്കും. തൻ്റെ ആശാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് അപ്പുറം ആ കഴിവുകൾ വിനിയോഗിക്കേണ്ട മറ്റൊരു രംഗവുമില്ല. മനുഷ്യന് അപഹരിക്കാൻ വേണ്ടി ഒഴിച്ചിടപ്പെട്ട ഭണ്ഡാരം എന്നതിൽ കവിഞ്ഞ് ഈ ദുനിയാവിന് വേറെ പ്രസക്തിയില്ല. താൻ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്ന യാതൊരു അതീശ ശക്തിയുമില്ല. തനിക്കു ജീവിതത്തിൻ്റെ നിയമവും മാർഗനിർദ്ദേശവും ലഭിക്കാൻ പറ്റിയ ഒരു വിജ്ഞാന സാഗരമോ മാർഗദർശന കേന്ദ്രമോ ഇല്ല. അതിനാൽ താൻ തികഞ്ഞ സ്വതന്ത്രനും നിരുത്തരവാദിയും ആണ്. സ്വജീവിതത്തിന് നിയമവും പദ്ധതിയും നിർമ്മിക്കുക, സ്വന്തം കഴിവുകൾ വിനിയോഗിക്കേണ്ടുന്ന മാർഗങ്ങൾ കണ്ടുപിടിക്കുക, പ്രാപഞ്ചിക വസ്തുക്കളുമായി തൻ്റെ കർമ്മരീതി നിർണയിക്കുക, ഇതെല്ലാം തൻ്റെ സ്വന്തം ജോലിയാണ്. ഇതിനു വല്ല മാർഗദർശനവും ഉണ്ടെങ്കിൽ അത് ജന്തുക്കളുടെ ജീവിതത്തിലോ ശിലാരേഖകളിലോ സ്വന്തം ചരിത്രാനുഭവങ്ങളിലോ ആണ് സ്ഥിതി ചെയ്യുന്നത്. വല്ലവരോടും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അത് സ്വന്തത്തോടോ മനുഷ്യ വ്യക്തികളുടെ മേൽ അധികാരം വാഴുന്ന മനുഷ്യാധിപത്യത്തോടോ മാത്രമാകുന്നു. ജീവിതമെന്നാൽ ഈ ഭൗതിക ജീവിതമാണ്. കർമ്മഫലങ്ങൾ മുഴുവൻ ഈ ജീവിതത്തിൽ പരിമിതമാണ്. അതിനാൽ ശരി, തെറ്റ്, ഗുണകരം, ദോഷകരം, കൊള്ളേണ്ടത്, തള്ളേണ്ടത് എന്നീ വിവേചനവും തീരുമാനവും ഒക്കെ ഇഹലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന ഫലങ്ങളെ മാത്രം ആധാരമാക്കിയായിരിക്കണം. വെറും ബാഹ്യേന്ദ്രിയങ്ങളുടെ അനുഭവത്തെ ആധാരമാക്കി മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മൗലിക പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന ജീവിത സിദ്ധാന്തമാണിത്. ഈ പരിഹാരത്തിൻ്റെ ഓരോ ഘടകത്തിനും ഇതര ഘടകങ്ങളോട് അഭേദ്യമായ ബന്ധവും സ്വാഭാവികമായ രഞ്ജിപ്പുമുണ്ട്. അതുകൊണ്ടാണ് ഐക്യത്തോടും പരസ്പര സാദൃശ്യത്തോടും കൂടിയ നയം അനുവർത്തിക്കുവാൻ മനുഷ്യന് സാധിക്കുന്നത്. പ്രസ്തുത പരിഹാരവും അതിൽ നിന്നുളവാകുന്ന നയവും സ്വന്തം നിലയിൽ ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. ഇനി പ്രസ്തുത പരിഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ കൈക്കൊള്ളുന്ന നയം എന്തായിരിക്കും എന്ന് നോക്കാം. വ്യക്തി തൻ്റെ ജീവിതത്തിൽ ആദ്യന്തം നിർബാധവും നിരുത്തരവാദപരവുമായ കർമ്മരീതി കൈക്കൊള്ളുക എന്നതാണ് പ്രസ്തുത വീക്ഷണഗതിയുടെ അനിവാര്യ ഫലം. തൻ്റെ ശരീരത്തിൻ്റെയും ശാരീരിക കഴിവുകളുടെയും ഉടമസ്ഥൻ താൻ തന്നെയെന്ന് അവൻ മനസ്സിലാക്കും. അതിനാൽ അവയെ യഥേഷ്ടം എങ്ങനെയും ഉപയോഗിക്കും. തൻ്റെ സ്വാധീനത്തിൽ വരുന്ന വസ്തുക്കളുടെയും തൻ്റെ അധികാരത്തിന് കീഴിലുള്ള ജനങ്ങളുടെയും അധിനാഥൻ താൻ തന്നെയാണെന്ന നിലയ്ക്കാണ് അവൻ വർത്തിക്കുക. പ്രകൃതി നിയമം ഇടുന്ന അതിർവരമ്പുകളും സാമൂഹിക ജീവിതം ആവശ്യപ്പെടുന്ന അനിവാര്യ ബന്ധനങ്ങളും മാത്രമേ തൻ്റെ അധികാരങ്ങളെ നിയന്ത്രിക്കുന്നതായി ഉണ്ടായിരിക്കുകയുള്ളൂ. കടിഞ്ഞാണില്ലാത്ത കുതിരയാവുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞു നിർത്തുന്ന വല്ല ധാർമ്മിക ബോധമോ ഉത്തരവാദിത്വ ബോധമോ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയെക്കുറിച്ചുള്ള ഭയമോ അവൻ ഉണ്ടായിരിക്കുകയില്ല. പുറത്തുനിന്ന് തടസ്സങ്ങളില്ലാതിരിക്കുകയും ഉണ്ടെങ്കിൽ തന്നെ അവയെ അവഗണിച്ച് യഥേഷ്ടം പ്രവർത്തിക്കാൻ കഴിവുണ്ടാവുകയും ചെയ്യുമ്പോൾ അവൻ അക്രമിയും വഞ്ചകനും തെമ്മാടിയും നാശകാരിയും ആയിത്തീരുന്നു. ഇത് ഈ ആദർശത്തിൻ്റെ സ്വാഭാവികമായ പരിണതിയാണ്. സ്വന്തം നിലയ്ക്ക് അവൻ സ്വാർത്ഥിയും പദാർത്ഥ പൂജകനും അവസര സേവകനുമായിരിക്കും. സ്വാഭിലാഷങ്ങളെയും മൃഗീയ വികാരങ്ങളെയും ആരാധിക്കുന്നതൊഴിച്ച് മറ്റൊരു ജീവിതോദ്ദേശവും തനിക്കുണ്ടാവില്ല. ആ ജീവിതോദ്ദേശം സാധിക്കുവാൻ സഹായകമാവുന്ന വസ്തുക്കൾക്കേ അവൻ്റെ ദൃഷ്ടിയിൽ വിലയും നിലയും ഉണ്ടായിരിക്കുകയുള്ളൂ. വ്യക്തികളിൽ ഇങ്ങനെയുള്ള സ്വഭാവചര്യകൾ ഉടലെടുക്കുക എന്നത് പ്രസ്തുത ആദർശത്തിൻ്റെ പ്രാകൃതികവും അനിവാര്യവുമായ ഫലമാണ്. വല്ല താൽക്കാലിക താൽപ്പര്യത്തിൻ്റെയോ
ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുടെയോ പേരിൽ സഹാനുഭൂതിയും ത്യാഗസന്നദ്ധതയും സമുദായത്തിൻ്റെ ക്ഷേമാഭിവൃദ്ധിക്കായുള്ള യത്നവും പൊതുവെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയ സ്വഭാവവിശേഷങ്ങളും അവൻ പ്രകടിപ്പിച്ചെന്ന് വരാം. എന്നാൽ അവൻ്റെ ജീവിത നയങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ തൻ്റെ സ്വാർത്ഥത്തിൻ്റെയും സ്വകാര്യ താൽപ്പര്യത്തിൻ്റെയും വിപുലീകരണം മാത്രമാണ് അതെന്ന വസ്തുത എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയും. തൻ്റെ ദേശത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ക്ഷേമം അവൻ ആഗ്രഹിക്കുന്നത് അതിൽ സ്വന്തം ക്ഷേമം കാണുന്നതുകൊണ്ട് മാത്രമാണ്. ഇക്കാരണത്താൽ അത്തരം ഒരു വ്യക്തിക്ക് നന്നേ കവിഞ്ഞാൽ ഒരു ദേശീയവാദിയായി തീരാം. ഈ മനസ്ഥിതിക്കാരായ വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സമുദായത്തിൻ്റെ സവിശേഷതകൾ ഇവയായിരിക്കും. 1. മനുഷ്യാധിപത്യത്തിനുമേൽ സ്ഥാപിതമായിരിക്കും ഭരണത്തിൻ്റെ അസ്ഥിവാരം. വ്യക്തിയുടെയോ ഗോത്രത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭൂരിപക്ഷത്തിൻ്റെയോ ആരുടെ ആധിപത്യമായാലും അത് മനുഷ്യാധിപത്യമാണല്ലോ. ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സാമൂഹിക ഘടനയുടെ സങ്കല്പം അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് രാഷ്ട്ര സമുച്ചയ സങ്കല്പം മാത്രമായിരിക്കും. രാഷ്ട്രത്തിൽ നിയമം നിർമ്മിക്കുന്നത് മനുഷ്യനാണ്. നിയമങ്ങൾ നിർമ്മിക്കലും ഭേദഗതി ചെയ്യലും സ്വാഭിലാഷങ്ങളുടെയും സ്വന്തം താൽപ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാവും. പ്രയോജനവാദവും താൽപ്പര്യ സിദ്ധാന്തവും മുൻനിർത്തിയായിരിക്കും നയങ്ങൾ രൂപീകരിക്കുന്നതും മാറ്റുന്നതും. 2. പ്രസ്തുത രാഷ്ട്രത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വളർന്നു വരിക കൂടുതൽ പ്രബലരും സൂത്രശാലികളും വ്യാജരും വഞ്ചകരും കഠിനഹൃദയരും നീചമനസ്കരുമായിരിക്കും. സൊസൈറ്റിയുടെ നേതൃത്വവും രാഷ്ട്രത്തിൻ്റെ കടിഞ്ഞാണും അത്തരക്കാരുടെ കരങ്ങളിലായിരിക്കും. അവിടുത്തെ നിയമഗ്രന്ഥത്തിൽ ശക്തിയുടെ പേർ സത്യമെന്നും അശക്തിയുടെ പേർ അസത്യമെന്നുമായിരിക്കും. നാഗരിക സാമൂഹിക വ്യവസ്ഥ മുഴുവനും നിലക്കൊള്ളുന്നത് ഭോഗാസക്തിയുടെ മേലായിരിക്കും. എല്ലാ ധാർമ്മിക നിബന്ധനകളിൽ നിന്നും സ്വതന്ത്രമായിരിക്കും ഭോഗാസക്തിയുടെ നിർവഹണം. ആനന്ദാനുഭൂതി നുകരുന്നതിൽ പ്രതിബന്ധങ്ങൾ നന്നേ കുറയ്ക്കുന്ന രീതി ഏതോ അതിനെ ചുറ്റിപ്പറ്റിയാവും സദാചാര മാനദണ്ഡം രൂപപ്പെടുക. 3. ഇതേ മനോഭാവം കലാസാഹിത്യങ്ങളിൽ കലർന്നു തുടങ്ങുമ്പോൾ അശ്ലീലതയുടെയും വിഷയാസക്തിയുടെയും രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. 4. സാമ്പത്തിക ജീവിതത്തിൽ ചിലപ്പോൾ നാടുവാഴിത്ത സമ്പ്രദായം ആവും പുരോഗമിക്കുന്നത്. മറ്റു ചിലപ്പോൾ അതിൻ്റെ സ്ഥാനം മുതലാളിത്ത വ്യവസ്ഥ കൈക്കലാക്കുന്നു. വേറെ ചിലപ്പോൾ തൊഴിലാളികൾ പ്രക്ഷോഭം നടത്തി തങ്ങളുടെ ഏകാധിപത്യം സ്ഥാപിക്കും. ഏതായാലും നീതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമ്പത്തിക ബന്ധം ഒരിക്കലും സ്ഥാപിതമാകുന്നതല്ല. കാരണം ലോകത്തെയും ലോക സമ്പത്തിനെയും കുറിച്ച് പ്രസ്തുത സമൂഹത്തിലെ ഓരോ വ്യക്തിയും രൂപീകരിക്കുന്ന മൗലിക നയം അതൊരു ഉടമസ്ഥനില്ലാ ഭണ്ഡാരമാണെന്നും അതിനെ തഞ്ചം കിട്ടുമ്പോൾ കണ്ടമാനം കൊള്ള ചെയ്യാൻ ഓരോരുത്തരും സ്വാതന്ത്ര്യമുണ്ട് എന്നുമാണ്. 5. ഈ സമൂഹത്തിൽ വ്യക്തികളെ തയ്യാറാക്കാനായി ഏർപ്പെടുത്തുന്ന വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയുടെ സ്വഭാവം അതേ ജീവിത വിഭാവനത്തോടും നയത്തോടും യോജിച്ചതായിരിക്കും. ലോകത്തെയും മനുഷ്യനെയും ലോകത്ത് മനുഷ്യൻ്റെ നിലപാടിനെയും കുറിച്ച് നാം നേരത്തെ വിവരിച്ച അതേ ധാരണയായിരിക്കും ഭാവി തലമുറയിലേക്കും പകർന്നു കൊടുക്കുക. ഹൃദയത്തിൽ ആ ജീവിതധാരണ സ്വയം ഉടലെടുക്കത്തക്ക വിധം പ്രത്യേക ക്രമീകരണത്തോടു കൂടിയായിരിക്കും ഓരോ വിജ്ഞാന ശാഖയിലെയും അറിവുകൾ അവർക്ക് നൽകപ്പെടുക. ജീവിതത്തിൽ ഈ നയം കൈക്കൊള്ളുവാനും ഈ മാതൃകയിലുള്ള ഒരു സമൂഹത്തിൽ ഉൾപ്പെടുവാനും സമർഹരാകും വിധത്തിൽ ഉള്ള പരിശീലനം ആയിരിക്കും അവർക്ക് ലഭിക്കുക. പ്രസ്തുത വിദ്യാഭ്യാസ പരിശീലനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നിങ്ങളോട് അധികമൊന്നും പറയേണ്ടതില്ല. നിങ്ങൾക്കവ നേരിട്ട് അനുഭവം ഉള്ളതാണല്ലോ. നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളെല്ലാം അവയുടെ പേർ ഇസ്ലാമിയ കോളേജ് എന്നോ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നോ മറ്റോ ആയിക്കൊള്ളട്ടെ, ഇതേ സിദ്ധാന്തത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഞാൻ ഇത്രയും വിവരിച്ചത് തനി ജാഹിലിയ നയത്തെപ്പറ്റിയാണ്. പ്രസ്തുത നയവും കേവലം ഇന്ദ്രിയാനുഭവത്തെ അവലംബമാക്കി അഗ്നിയെ ഭംഗിയുള്ള കളിക്കോപ്പായി തെറ്റിദ്ധരിച്ച ശിശുവിൻ്റെ നയവും ഒരേ സ്വഭാവത്തിൽ ഉള്ളതത്രേ. വല്ല വ്യത്യാസവും ഉണ്ടെങ്കിൽ ഇതുമാത്രമാണ്. ശിശുവിൻ്റെ ഇന്ദ്രിയാനുഭൂതിയുടെ അബദ്ധം അനുഭവത്തിലൂടെ ഉടൻ തന്നെ വ്യക്തമാവുന്നു. ശിശു കളിക്കോപ്പെന്ന് ധരിച്ച് കയ്യിലെടുക്കുന്ന വസ്തു യഥാർത്ഥത്തിൽ കളിപ്പാട്ടമല്ലെന്നും ജ്വലിക്കുന്ന തീയാണെന്നും ഉള്ള വസ്തുത കൈവയ്ക്കുന്ന മാത്രയിൽ തന്നെ സ്വയം തെളിയുന്നു. ജാഹിലിയ അബദ്ധമാവട്ടെ നീണ്ട കാലത്തിനു ശേഷമേ അനുഭവപ്പെടുകയുള്ളൂ. എന്നല്ല, എത്രയോ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടില്ലെന്ന് തന്നെ വന്നേക്കാം. കാരണം അവർ കൈവച്ച അഗ്നിയുടെ ജ്വാല ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. പരശതം കൊല്ലങ്ങളായി തപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് കരിക്കുന്നില്ല. എന്നിരുന്നാലും ഒരാൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ ഒരുക്കമാണെങ്കിൽ
തൻ്റെ ദൈനംദിന ജീവിതത്തിൽ പ്രസ്തുത സിദ്ധാന്തം ഉണ്ടാക്കി വെച്ച തിക്താനുഭവങ്ങൾ കാണാവുന്നതാണ്. വ്യക്തികളുടെ വഞ്ചന, ഭരണകർത്താക്കളുടെ അക്രമം, ന്യായാധിപന്മാരുടെ അനീതി, ധനവാന്മാരുടെ സ്വാർത്ഥം, പൊതുജനങ്ങളുടെ അധർമ്മം തുടങ്ങി അതിദുസ്സഹമായ എത്ര അനുഭവങ്ങളാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പ്രസ്തുത സിദ്ധാന്തത്തിൻ്റെ ഗർഭത്തിൽ നിന്ന് ജാതമാവുന്ന ദുഷ്ടസന്താനങ്ങളത്രേ. ദേശീയത്വം, വർഗീയ സംഘർഷം, സാമ്രാജ്യത്വം, യുദ്ധം, ആഭ്യന്തരക്കുഴപ്പം, രാജ്യം വെട്ടിപ്പിടിക്കൽ, സമുദായ ഹത്യ എന്നീ ലോകവ്യാപിയായ വിപത്തുകളൊക്കെ ആ സിദ്ധാന്തത്തിൽ നിന്നുണ്ടാവുന്ന വൻതോതിലുള്ള വിനാശങ്ങളാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം അത് തനി ജാഹിലിയ നയമാണെന്ന്, ശാസ്ത്രീയ നയമല്ലെന്ന്. കാരണം മനുഷ്യൻ തന്നെക്കുറിച്ചും പ്രപഞ്ചവ്യവസ്ഥയെക്കുറിച്ചും എന്തൊരഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് ഈ നയം സ്വീകരിച്ചുവോ ആ അഭിപ്രായം യാഥാർത്ഥ്യത്തോട് ഒട്ടും യോജിച്ചതല്ല. അല്ലാത്ത പക്ഷം അതിൽ നിന്ന് ഇത്തരം ദുഷ്ഫലങ്ങൾ പ്രത്യക്ഷപ്പെടുമായിരുന്നില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ മാർഗമാണ് പരിശോധിക്കാനുള്ളത്. ജീവിതത്തിൻ്റെ മൗലിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ദ്രിയാനുഭൂതിയോടൊപ്പം ഊഹത്തെയും അനുമാനത്തെയും ഉപയോഗിച്ച് ഒരഭിപ്രായം രൂപീകരിക്കുക എന്നതാണത്. ഈ മാർഗേണ വ്യത്യസ്തങ്ങളായ 3 അഭിപ്രായങ്ങളാണ് രൂപമെടുത്തിട്ടുള്ളത്. ഓരോ അഭിപ്രായത്തിൽ നിന്നും ഓരോ നയവിശേഷം ജന്മമെടുക്കുകയും ചെയ്തിട്ടുണ്ട്.